ഈ രൂപത്തിലായിരിക്കും പാലക്. ഇപ്പോൾ ഏകദേശം നമ്മുടെ പാലക് ചീര. ജെഎസ്നെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലെ ഇതൊരു ഗപ്പി ടാങ്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലെ ഗപ്പി, ഈ ഒരു ടാങ്കിന് ചെറിയൊരു ലീക്ക് വന്നത് കാരണം നമ്മൾ ഇതിലെ ഗപ്പിയൊക്കെ പിടിച്ചിട്ട് നമ്മൾ വേറെ ടാങ്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ ഒരു ലീക്കേജ് വന്നിട്ടുള്ള ഈ ഒരു ടാങ്ക് നമ്മൾ ഇതിൽ ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, ഈ ഷീറ്റ് എടുത്തിട്ട് ഇതിനകത്ത് നമ്മൾ ഈ ഒരു മണ്ണിനകത്ത് കൃഷി ചെയ്യാനായിട്ട് പോകുന്നത്, അതായത് പാലക് ചീരയുടെ വിത്ത് നമ്മൾ ഇതിനകത്ത് പാകാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഷീറ്റിൽ നിന്ന് എടുത്ത് മാറ്റി അടിപൊളിയായി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ജെഎസ്നെസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഷീറ്റ് നമ്മൾ നല്ല വൃത്തിക്ക് എടുക്കാനായിട്ട് നോക്കിയാണ്, പക്ഷേ അതിന് സാധിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ജീർണിച്ച അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വലിച്ചപ്പോൾ തന്നെ ഇവിടെയൊക്കെ കീറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം, അതായിരിക്കും ഏറ്റവും ബെറ്റർ. നന്നായിട്ട് തന്നെ നമ്മൾ അന്ന് മണ്ണൊക്കെ നിറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഗപ്പി ടാങ്കിനകത്ത് ഏകദേശം ആമ്പലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ നന്നായിട്ട് മണ്ണൊക്കെ നിറച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ ഷീറ്റൊക്കെ എടുത്തിട്ട് ഇതാ ഏകദേശം ഇതാ ഈ ഒരു രൂപത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലുണ്ടായിരുന്ന മണ്ണെണ്ണ നമ്മൾ വെച്ചിട്ടുള്ളത്, വേറെ ഒന്നും ചേർത്തില്ല. അത് ആ സമയത്ത് നന്നായിട്ട് തന്നെ അടിവളമൊക്കെ ഇട്ട് കൊടുത്തിട്ടായിരുന്നു നമ്മൾ ആമ്പലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ആ മണ്ണിൽ തന്നെ നമ്മൾ ഈ ഒരു ചീര വിത്ത് പാകാനായിട്ട് പോകേണ്ട. ഇതാണ് നമ്മുടെ പാലച്ചീരയുടെ വിത്തുകൾ. ഈ കാണുന്നത് കേട്ടോ, ഈ രൂപത്തിലായിരിക്കും പാലക് ചീരയുടെ വിത്ത്. അപ്പോൾ ഇത് നമ്മൾ ഇതിന് പാകി കൊടുക്കാനായിട്ട് പോകണം. അപ്പോൾ ഇത്രയും വിത്ത് നമ്മൾ ഇതിനകത്ത് പാകി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ള പുള്ളി കാണുന്ന രൂപത്തിലുള്ളതൊക്കെ നമ്മുടെ ഈ പാലക് ചീരയുടെ വിത്ത് പാകിയതാണ് കേട്ടോ. ഏകദേശം ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ചീരയുടെ വിത്തൊക്കെ മുളച്ചു വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചീര വിത്ത് മുളക്കുന്നത് വരെ കാത്തിരിക്കാം. ഞാനിവിടെ ഒരു വെള്ളം നിൽക്കുന്നത് നോക്കണ്ട, അതിനകത്ത് ഏകദേശം ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മളൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ അതിനകത്തൂടെ ഇറങ്ങിപ്പോക്കോളും. അപ്പോൾ നമ്മുടെ പാലക് ചീര ഏകദേശം 7 ദിവസത്തോളമായിട്ടുണ്ട്. നമ്മൾ പാകി അത്രയും വിത്ത് തന്നെ എല്ലാം തന്നെ മുളച്ചു കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 4 ദിവസമൊക്കെ ആയപ്പോഴൊക്കെ തന്നെ വിത്തുകളെല്ലാം തന്നെ മുളക്കാനായിട്ട് തുടങ്ങിയിട്ടു. അപ്പോൾ ഏകദേശം 7 ദിവസത്തോളമായി. അപ്പോഴത്തെ ഈ വളർച്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ പാലക് ചീര ഏകദേശം ഒരു 40 ദിവസത്തോളമായിട്ടുണ്ട്. വളർന്ന് വലുതായി എല്ലാം തന്നെ വിളവെടുക്കാൻ പരുവത്തിലായിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ പറിച്ചെടുത്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. നമ്മുടെ വീട്ടിലാണ് ഇപ്പോൾ നട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇല നുള്ളിയെടുക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് കറിയൊക്കെ വെക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം നല്ല വിളവായിട്ടുണ്ട്. ഒരു 40 ദിവസം മതി കേട്ടോ. വിത്ത് പാകി 40 ദിവസത്തിനകം നമുക്കിത് വിളവെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിനകത്തായിരുന്നു നമ്മളിത് പാകിയിട്ടുള്ളത്. നമ്മുടെ ഒരു ഫ്രിഡ്ജ് ബോക്സിനകത്ത് ഈ ഒരു ഭാഗത്ത് വലിയ ഹെൽത്തി അല്ലാത്ത രീതിയിലാണ് വളർന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ സമയത്ത് സൂര്യപ്രകാശം നേരിട്ട് ഈ ഒരു ഭാഗത്തേക്ക് തട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഹെൽത്തി അല്ലാത്ത, ഗ്രോത്ത് ഇല്ലാത്ത പ്ലാന്റ്സ് ഉണ്ടായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇത് കണ്ടോ, ഇതൊക്കെ നല്ല ഗ്രോത്തിൽ വന്നിട്ടുണ്ട് കണ്ടോ. പിന്നെ അതിനിടയിൽ നമ്മളൊരു കക്കരിക്കയുടെ വിത്ത് നട്ടിരുന്നു. അതാണ് ഇത് കേട്ടോ. ഒറ്റ വിത്ത് മാത്രമാണ് നട്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്ലാന്റ്സ് ആണത്.
അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പാലച്ചീരയുടെ വിത്ത് നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഞാൻ ഈ താഴത്ത് കൊടുക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് വഴി വീട്ടിലെത്തിച്ചു കേട്ടോ നമ്മളിതിൻ്റെ സീഡ്സ്. പാലച്ചീര അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കൃഷി ചെയ്യാൻ വളരെ സിമ്പിളാട്ടോ. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെറിയ ചാക്കിലോ അങ്ങനെ എന്തിനേലൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ ഇതുപോലെ പാലച്ചീരയൊക്കെ നടാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പാലച്ചീരയെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ജേസൺ നേച്ചർ എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.